ഹലോ ഗൈസ്, ഇന്ന് ജൂലൈ 8 ഇന്ന് നമ്മുടെ ചിന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോവുകയാണ്. നമുക്ക് അവളുടെ അഭിപ്രായം ചോദിച്ചു നോക്കാം. അവൾ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. എന്താ ഈ അവസരത്തിൽ പറയാനുള്ളത്? പ്രസവിക്കാൻ പോവല്ലേ, എന്നാലും ഒന്നും പറയാനില്ലേ? ഭാവിയിൽ കൊച്ചിനെ കാണിച്ചു കൊടുക്കാം. കൊച്ചിൻ്റെ അമ്മ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. ഇതാണ് കൊച്ചിൻ്റെ അപ്പൂപ്പൻ. കൊച്ചിൻ്റെ അച്ഛൻ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. അതാണ് കൊച്ചിൻ്റെ അച്ഛനും ഇവിടുത്തെ ചേട്ടനും. ആ കറുത്ത പെണ്ണിട്ട് വരുന്നതാണ് കൊച്ചിൻ്റെ അച്ഛൻ. ഇതാണ് കൊച്ചിൻ്റെ അമ്മ. ഇതാണ് കൊച്ചിൻ്റെ വലിയമ്മ. കൊച്ചിൻ്റെ അമ്മ കൊച്ചിൻ്റെ അച്ഛൻ ഫ്രിഡ്ജിൽ എന്തോ തപ്പിക്കൊണ്ടിരിക്കുവാണ്. കഞ്ഞി ഫ്രിഡ്ജിലാ. കൊച്ചിൻ്റെ അമ്മയും അച്ഛനും ഇവിടെ കണ്ടുപിടിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിൻ്റെ അമ്മൂമ്മ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ്. മഴയൊന്നും ഇല്ല, എല്ലാം തോർന്ന് നിൽക്കുവാണ്. ഹലോ. അപ്പോൾ നാളെ ഞാൻ പോവാണ്. ഇന്ന് മാത്രമേ എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഓക്കെ, വിഷമമുണ്ട്. എന്നാലും വലുതായി കഴിയുമ്പോൾ കുഞ്ഞിത് കാണുവാണെങ്കിൽ തലേ ദിവസം വരെ ഞാൻ ഉണ്ടായിരുന്നു. പക്ഷേ നിൽക്കാൻ പറ്റിയില്ല, ചില സാഹചര്യങ്ങൾ കാരണം. മറക്കരുത്. ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഡെലിവറി വ്ളോഗിൻ്റെ ബാക്കിയായിട്ടാണ് ഞാൻ പറയുന്നത്. രാവിലെ ഞാൻ പറഞ്ഞായിരുന്നു ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണ്, എല്ലാവരും റെഡി ആവുന്നതൊക്കെ കാണിച്ചു തന്നായിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി, വണ്ടിക്കാണ് പോയത്. അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു, അഡ്മിറ്റ് ആവാൻ വന്നാണെന്ന് പറഞ്ഞു. അവിടെ അഡ്മിറ്റാക്കി. ഞാനുണ്ടായിരുന്നു, അവളുടെ അമ്മായിയമ്മ, അതായത് ഞങ്ങളുടെ ഉമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നു. രാവിലെയാണ് വന്നത്. ഇനിയിപ്പോൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ടേ പോവുള്ളൂ. ഞാനും വാവച്ചേട്ടനും അവളും അമ്മയും ഉമ്മച്ചിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ പുറത്തായിരുന്നേ. അവിടെ ഹോസ്പിറ്റലെന്ന് പറഞ്ഞാൽ അവിടുത്തെ മറ്റേണിറ്റി ആൻഡ് ചൈൽഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. അപ്പോൾ എല്ലാവർക്കും വിസിറ്റേഴ്സായിട്ടൊന്നും കയറാൻ പറ്റത്തില്ല, ഒരു ബൈസ്റ്റാൻഡറിനെ നിർത്തുള്ളൂ. അപ്പോൾ അമ്മയും അവളും അകത്ത്, വാർഡിനകത്താണ്. ഞങ്ങൾ പുറത്ത് വിസിറ്റേഴ്സ് ഇരിക്കണം. അവിടെയും ഇരിക്കാൻ പറ്റില്ല, താഴെ ഒപ്പിയുടെ അവിടെ പോയി ഇരിക്കണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ കയറി വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് കുറേ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. PV ചെയ്ത് നോക്കി, പക്ഷേ PV ചെയ്തിട്ടൊന്നും ഇപ്പം ഡ്യൂ ഡേറ്റ് ആയല്ലോ, അതുകൊണ്ടാണ് നമ്മൾ അഡ്മിറ്റ് ആയത്. പക്ഷേ എന്നിട്ടും PV ചെയ്തിട്ട് പെയിനൊന്നും വരുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം, ഒരു ദിവസം കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ നമ്മളോട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞ ഡേറ്റ് 8-ാം തീയതിയാണ്. ഡേറ്റ് ഒരു 10-11 ആ ഒരു സമയം ആവുമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങ് പോകുന്നു. അവിടെ ഒത്തിരി പേർക്ക് ഇരിക്കാൻ പറ്റില്ല. പിന്നെ വാവച്ചേട്ടനും ഉണ്ടായിരുന്നു, ഉമ്മച്ചിയും തിരിച്ച് വീട്ടിലോട്ട് വന്നു. ഞാനും അവിടെ അത്രയും നേരം ഉണ്ടായിരുന്നു വൈകിട്ട്. പിന്നെ ഞാനിങ്ങനെ പോകുന്നു. ഇനിയിപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞത് ഡോക്ടർ വന്നു, PV ചെയ്തു. അപ്പോൾ ഫ്ലൂയിഡ് ബ്രേക്ക് ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മാഡം പറഞ്ഞു ഒരു USGയും കൂടെ രാവിലെ 6 മണിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ആ സ്കാൻ കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ പറയാമെന്നാണ് സരസ്വതിയമ്മ പറഞ്ഞത്. അപ്പോൾ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. രാവിലെ അമ്മ അവളോടെ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് പോവും. എന്നിട്ട് വേണം ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ. ഹായ്. അപ്പോൾ ഇന്നലെ സംഭവബഹുലമായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ പോയ കാര്യവും അവിടെ അഡ്മിറ്റ് ആക്കിയ കാര്യവും ഞാൻ രാത്രി ഇങ്ങ് തിരിച്ചു പോകുന്ന കാര്യം വരെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് കുറേ സംഭവബഹുലമായ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു രാവിലെ തന്നെ. പക്ഷേ കുറച്ച് പേടിയുള്ള കാര്യങ്ങൾ നടന്നു. കാരണം ഒരു USG ചെയ്യുന്ന കാര്യം പറഞ്ഞായിരുന്നു 6 മണിക്ക്. അമ്മ അവളോട് പോയിട്ടുണ്ടായിരുന്നു. USG ചെയ്ത ഡോക്ടർ റിസൾട്ട് കണ്ടപ്പോൾ പറഞ്ഞത് ഫ്ലൂയിഡ് നല്ല കുറവാണെന്നാണ്. എത്രയും പെട്ടെന്ന് സിസേറിയൻ ചെയ്യണമെന്ന് പറഞ്ഞു. എന്താണെന്നറിയില്ല, ആ ഒരു ടൈം ആയപ്പോൾ എന്താ ഫ്ലൂയിഡ് കുറഞ്ഞു പോയി നമുക്കറിയില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ സിസേറിയൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനും വാവച്ചേട്ടനും ഉമ്മച്ചിയും കൂടെ രാവിലെ തന്നെ പോയി. കാരണം സൈൻ ചെയ്ത് കൊടുക്കണമല്ലോ കൺസെൻറ്റിൽ. അപ്പോൾ ചേട്ടൻ സൈൻ ചെയ്ത് കൊടുക്കണോണ്ട് ഞങ്ങൾ 3 പേരോടെ രാവിലെ തന്നെ പോയി. ഒരു ഞങ്ങളവിടെ ചെന്നപ്പോൾ ഒരു 8 മണി 8:30 ആ ഒരു ടൈമായി. നേരെ ചെന്ന് സൈൻ ചെയ്ത് കൊടുത്തു. അവളെ സിസേറിയന് വേണ്ടിയിട്ട് കയറ്റി. നല്ല പേടിയായിരുന്നു. കാരണം ഞങ്ങൾ ഒരിക്കലും വിചാരിച്ച കാര്യമല്ല സിസേറിയനൊന്നും.
നോർമലായിരിക്കും തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ കുറേ ഓടി. അവളെ കയറ്റുന്നത് വരെ ഞങ്ങൾക്ക് നല്ല പേടിയായിരുന്നു. കയറ്റി കഴിഞ്ഞ് ഒരു 9:16 ഒക്കെ ആയപ്പോഴാണ് കുഞ്ഞാവ് വന്നത്. കുഞ്ഞാവ് വന്നിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ പറഞ്ഞില്ലല്ലേ. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. പക്ഷേ കുഞ്ഞാവ് വന്നപ്പോഴാണ് ഒരുമിച്ച് സങ്കടവും സന്തോഷവും എല്ലാം കൂടെ. കാരണം നമ്മൾ ഒരുപാട് നോക്കിയിരുന്ന് വന്നൊരു വാവയാണ്. ഞങ്ങളുടെ വീട്ടിൽ ആദ്യത്തെ കൊച്ചുമോനാണ്. അയ്യോ, അതിൽ ഏറ്റവും വലിയ കാര്യം എനിക്കിന്ന് പോകണം. ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഇന്നാണ് പോകുന്നത്, എനിക്ക് ഇൻറ്റേൺഷിപ്പിന് കയറിയേ പറ്റത്തുള്ളൂ, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തൊക്കെയോ കൊണ്ട് ഇന്ന് തന്നെ ഡെലിവറി നടന്നു. കുഞ്ഞാവ് വന്നു. ആൺകുട്ടിയാണ്. 9:16 കുഞ്ഞാവ് ഉണ്ടായത് രാവിലെ. ഞങ്ങളെല്ലാവരും കണ്ടു. അയ്യോ, എൻ്റെ കയ്യിൽ കുറേ നേരം എൻ്റെ കയ്യിൽ NICU റിസീവ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിലാണ് തന്നത്. ഞാൻ കുറേ നേരം കുഞ്ഞാവ് എടുത്തുകൊണ്ടിരുന്നു. ഇതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നടന്നു കേട്ടോ. അവളെ അങ്ങോട്ട് കയറ്റുന്ന കാര്യവും അതിന് വേണ്ടിയിട്ട് കുറേ സൈൻ ചെയ്യുന്ന പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകണമായിരുന്നു. പിന്നെ എല്ലാം റെഡിയായി, ഡെലിവറിയൊക്കെ കഴിഞ്ഞു. ഒരുപാട് കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹാപ്പി മൊമെൻറ്റ്സ്. NICU ഇറങ്ങിയപ്പോൾ ആദ്യം എൻ്റെ കയ്യിലാണ് കുഞ്ഞിനെ തന്നത് കേട്ടോ. ഞാൻ കുറേ നേരം അവനെ എടുത്ത് വെച്ചുകൊണ്ടിരുന്നു. അവളെ ഇറക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവളെ ഇറക്കി കഴിഞ്ഞാണ് വാവച്ചേട്ടൻ കുഞ്ഞിനെ വാങ്ങുന്നത്. അമ്മയാണ് കുഞ്ഞിനെ കൊടുക്കുന്നത് വാവച്ചേട്ടൻ്റെ കയ്യിൽ. എന്ത് ക്യൂട്ടാലേ അവർ. ഇതാണ് ഞങ്ങളുടെ ഉമ്മച്ചിയും കുഞ്ഞിനെ വാങ്ങി. ഇതാണ് അമ്മയും മോനും. ഇതാണ് ഞങ്ങളുടെ ചുന്ദരക്കുട്ടൻ.